വക്രദൃഷ്ടി തുടരുന്നു. കണ്ണൂർ കോൺഗ്രസിന്റെ നായകൻ കെ സുധാകരനെ ഉലക നായകനായി അവതരിപ്പിച്ചുകൊണ്ടൊരു കൂട്ടായ്മയ്ക്ക് രൂപം കൊടുത്തിരിക്കുകയാണ് സുധാകര അനുയായികൾ. KS ബ്രിഗേഡ് എന്നാണ് ഫാൻസ് അസോസിയേഷൻ്റെ പേര്. KS ബ്രിഗേഡ് എന്നാൽ കെ സുധാകരൻ ബ്രിഗേഡ്. കണ്ണൂരിൽ CPM-മായി കൊണ്ടും കൊടുത്തുമായിരുന്നു സംഘടനാ കോൺഗ്രസ് ജനതാ പാർട്ടി വഴി കോൺഗ്രസിൽ തിരിച്ചെത്തിയുള്ള നേതാവിൻ്റെ വളർച്ച. കോൺഗ്രസിൻ്റെ കരുത്തനാണെങ്കിലും P. രാമകൃഷ്ണൻ്റെ ഗാന്ധിയൻ മാർഗത്തിലൂടെ ആയിരുന്നില്ല പ്രയാണം. ഭരണമില്ലാത്തപ്പോൾ പോലും പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസിനെ വരുതിക്ക് നിർത്തും. വെടിവെപ്പ് കേസിൽ പ്രതിയായെങ്കിലും പിന്നീട് ഊരിപ്പോയി. രാഷ്ട്രീയ എതിരാളികളുടെ തോക്കിനും ബോംബിനും മുന്നിൽ വിരുമാറി കാട്ടി നിൽക്കുന്ന സുധാകരന് ആരാധകർ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. വെക്കടാ വെടി, വെക്കടാ വെടി, വെക്കടാ വെടി, വെക്കടാ വെടി. ഉലകനായികമാരുടെ കേസു കേസു ഉലകനായകനാകും കേസു. ബ്യൂട്ടിഫുൾ ഹൗസ്. ഇത് പണിതാണോ വാങ്ങിയതാണോ? വാങ്ങിയതോ കൊള്ളാം. ദാ ആ കാണുന്ന ഓരോരോ പുല്ല് വരെ സരോജ് സാറിന്റെ സ്വന്തം ഐഡിയ ആണല്ലേ? എനിക്ക് തോന്നി എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. 89 മുതൽ നമുക്കറിയാമല്ലോ, 91, 89, 91, 92, 93 കാലഘട്ടങ്ങളിൽ ആദ്യം ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത് താഴെ ചൊവ്വയിൽ വിവരം ലഭിക്കുകയാ. വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്, നാടാളിൽ നിന്ന് തട്ടിക്കള എന്ന വിവരം കിട്ടിയപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ക്രിമിനൽ സംഘം താഴെ ചൊവ്വയിൽ തടിച്ചു കൂടി. വണ്ടി പോകുന്നില്ല. പക്ഷേ റെയിൽവേ ഗേറ്റിൽ ബലമായി അടപ്പിച്ചു. സുധാകരന്റെ കാറ് പിടിച്ച് മറിച്ച് കൊക്കയിലിട്ട് തീ കൊളുത്താൻ തീരുമാനിച്ച സംഘം ആ കാറ് തട്ടി കൊക്കയിലിട്ടു. തീ കൊളുത്താൻ പോകുമ്പോഴാണ് കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് യഥാർത്ഥത്തിൽ സുധാകരനല്ല, സുധാകരന്റെ ജ്യേഷ്ഠൻ ജയറാമേട്ടനായിരുന്നു. പിന്നെ പാറശാല മുതൽ കാസർഗോഡ് വരെ പടത്തിന്റെ ഒരു 50 ഫ്ലെക്സ് വെക്കണം. അതിൽ ഞാൻ മാത്രമേ പാടുള്ളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ, അങ്ങനെ 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 നിന്റെ തല. വീണ്ടും CPM-ന്റെ കമാനികന്മാർ ഒളിഞ്ഞിരുന്ന് പതിയിരുന്ന് ഏതൊക്കെ ചാൻസുകൾ കിട്ടുമോ അതെല്ലാം ഉപയോഗിച്ചു. ബോംബാക്രമണം നടത്തി. കാറിന് നേരെ മട്ടന്നൂരിൽ വെച്ച് ബോംബാക്രമണം നടത്തി. പയ്യന്നൂരിലെ സഭാ ആശുപത്രി, പഴയ ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ ശ്രീ സുധാകരൻ കടന്ന രംഗം നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. ബോംബേറ് കൊണ്ട് പുറത്ത് ഷെല്ലുകൾ തറച്ച് മലർന്നു കിടക്കാൻ കഴിയാതെ കുമ്പിട്ട് കിടന്ന് ഡോക്ടർമാർ വന്ന് പരിശോധിച്ച രംഗത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചുറ്റും നിന്ന രംഗത്തിന് സാക്ഷ്യം വഹിച്ചവരാ പ്രിയപ്പെട്ടവരെ നമ്മൾ. കണ്ണൂരിലും കേരളത്തിലും ഇന്ത്യ മഹാരാജ്യത്തിലും മാത്രമല്ല 19 രാജ്യങ്ങളിലെ സുധാകര അനുയായികൾ ചേരുന്നതാണ് ഈ കൂട്ടായ്മ. സാക്ഷാൽ രജനീകാന്തിന് പോലും ഉണ്ടാകില്ല ഇത്രയും രാജ്യങ്ങളിൽ ആരാധകർ. അദ്ദേഹവുമായി ബന്ധപ്പെടുന്ന, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, അദ്ദേഹത്തെ ആരാധകരായി കാണുന്ന, കടലിനക്കരെ പോയി പാടുപെട്ട് ജോലി ചെയ്യുന്ന ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള 19 രാജ്യങ്ങളിലെ ഒരു വാട്സപ്പ് കൂട്ടായ്മ, ഒരു സോഷ്യൽ മീഡിയ രംഗത്തുള്ള, സാമൂഹ്യ മാധ്യമ രംഗത്തുള്ള സഹപ്രവർത്തകന്മാർ ചേർന്നുകൊണ്ട്, അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ചേർന്നുകൊണ്ടുള്ള ഒരു വാട്സപ്പ് കൂട്ടായ്മ, അത് എന്തുമാത്രം ശക്തമായി പോയി.
കണ്ണൂരിന്റെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമാണ് ശ്രീ കെ സുധാകരൻ എന്ന് പറയാൻ എനിക്ക് അധികാരമുണ്ട്. എന്തൊക്കെയുണ്ട് ആശാനെ, ഈ പാവങ്ങളെ ഒന്നും മറന്നിട്ടില്ല അല്ലേ? ആത്മധൈര്യത്തോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക ഉയരങ്ങളിലേക്ക് പാറിപ്പറപ്പിക്കുവാൻ ധീരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തിയാണ് ശ്രീ സുധാകരൻ. സുധാകരൻ കടന്നു വന്ന വഴികൾ സുഗമമായ വഴികളായിരുന്നില്ല. മുള്ളുമുരുടെ മൂർഖൻ പാമ്പുള്ള വഴികളിലൂടെ, കനൽ നിറഞ്ഞ വഴികളിലൂടെ നടന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് ആത്മധൈര്യം പകർന്നു കൊടുത്ത സുധാകരനെ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. സത്യം പറയാലോ സാർ, ആളൊരു കുറുക്കനാ. ചെന്നായ്ക്കളുടെ നടുവിൽ കുറുക്കനെങ്കിലും ആയില്ലെങ്കിൽ ഓടി രക്ഷപ്പെടുന്നത് എങ്ങനെയാ? കോൺഗ്രസിലെ രാഹുൽ ബ്രിഗേഡിന് പോലും ഒരു സംഘടനാ രൂപം ഉണ്ടാകില്ല. അന്തരിച്ച നേതാക്കളുടെ പേരിൽ സമാന്തര ഫോറങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. ജീവിച്ചിരിക്കുന്ന നേതാവിൻ്റെ പേരിൽ അനുയായികളുടെ സംഘടനയെ ആശീർവദിക്കാൻ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും വരെ നേരിട്ട് വന്നു. കെ സുധാകരൻ കണ്ണൂരിൽ ഒതുങ്ങേണ്ട നേതാവല്ലെന്ന് ഇപ്പോഴാണെങ്കിലും ഇവർക്ക് മനസ്സിലായല്ലോ. അത് നന്നായി. വീണ്ടും ഇടവേള. അനാഥ നായജന്മങ്ങളുടെ സംരക്ഷകർ എത്തുന്നു. പറ്റിപ്പോയി മാഡം, സോറി, ഇനി ആവർത്തിക്കില്ല. പട്ടി പട്ടി നിന്നെ പട്ടി എന്നല്ലാതെ പിന്നെ എന്താടി വിളിക്കാ പട്ടി?